നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്കാണ് കൊളസ്ട്രോൾ. എന്താണ് ഈ കൊളസ്ട്രോൾ? എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്? എങ്ങനെ നമുക്കിതിനെ മാറ്റാൻ സാധിക്കും? മരുന്ന് കഴിച്ച് മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുകയുള്ളൂ? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞാലോ? ആദ്യം തന്നെ എന്താണ് കൊളസ്ട്രോൾ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ ശരിക്കും ശരീരത്തിന് നല്ലതാണ്, പക്ഷേ ഇത് അമിതമാവുമ്പോഴാണ് പ്രശ്നം. അമിതമായി ശരീരത്തിലുണ്ടാകുന്ന കൊളസ്ട്രോൾ രക്തക്കുഴലിൽ അടിഞ്ഞിരിക്കുകയാണ് പതിവ്. ഇങ്ങനെ അടിഞ്ഞിരിക്കുമ്പോൾ രക്തത്തിന് പ്രോപ്പറായിട്ട് കുഴലിലൂടെ ഓടാൻ സാധിക്കില്ല. അപ്പോഴാണ് ഹൃദ്രോഗത്തിലേക്ക് ആ വ്യക്തി മാറുന്നത്. ശരിക്കും ഈ കൊളസ്ട്രോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഗുണം ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. കൊളസ്ട്രോൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തൊക്കെയാണ് ആ ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയാനുള്ളത്, നമ്മുടെ ടിഷ്യൂസിനെയും സെൽ മെംബ്രെയിനെയൊക്കെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി, കൃത്യമായിട്ടുള്ള വൈറ്റമിൻ ഡി അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട്. പിന്നീടുള്ളത്, ലിവർ എന്നുള്ള ബൈൽ പ്രൊഡക്ഷനെ വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. ബൈലാണ് നമ്മുടെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പിന്നീടുള്ളത്, നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ, പ്രധാനമായും സെക്സ് ഹോർമോൺസ്, അഡ്രിനൽ ഹോർമോൺസ്, ഇതിനെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെ ചെയ്യുന്ന കൊളസ്ട്രോൾ എപ്പോഴാണ് നമുക്കൊരു ഭീഷണിയായിട്ട് മാറുന്നത്? ഒരു ലെവലിൽ നിന്നും ഉയർന്നാൽ മാത്രമേ ഇത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ശരീരത്തിന് ഗുണങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മളിത് ഫാസ്റ്റിങ്ങോട് കൂടി വേണം ഈ ടെസ്റ്റ് ചെയ്യാൻ. 9 മുതൽ 12 മണിക്കൂറോളം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിരിക്കണം. ഈ ടെസ്റ്റിൻ്റെ പേര് തന്നെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് മസ്റ്റായിട്ടും എടുത്തിട്ട് വേണം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ. വെള്ളമൊക്കെ കുടിക്കാം, മറ്റ് ചായയോ കാപ്പിയോ അതൊക്കെ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഫാസ്റ്റിങ്ങോട് കൂടി ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രശ്നമൊക്കെ ഉള്ളവർക്ക് തൽക്കാലം നിങ്ങൾക്ക് അതൊന്ന് കുറയുന്നത് വരെ തൽക്കാലം ടെസ്റ്റ് ചെയ്യേണ്ട. അതെല്ലാം മാറിയതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം, ടോട്ടൽ കൊളസ്ട്രോൾ എന്നുള്ള ഒറ്റ വാല്യൂ മാത്രമായിരിക്കില്ല കാണുന്നത്. അതിൽ തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ ആണ്. പിന്നീടുള്ളത് LDL, HDL, ട്രൈഗ്ലിസറൈഡ്സ്, VLDL തുടങ്ങിയവയാണ്. LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. ഇതാണ് ശരിക്കും ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ ബാഡ് കൊളസ്ട്രോൾ കൂടി നിൽക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമായിട്ട് മാറുന്നത്. പിന്നീടുള്ളത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്, HDL. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ ആണ്, നല്ല കൊളസ്ട്രോൾ ആണ്. പ്രധാനമായിട്ടും നമ്മുടെ ഹാർട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ പല ധമനികളെയും ഒക്കെ തന്നെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊളസ്ട്രോൾ ആണ് HDL കൊളസ്ട്രോൾ. പിന്നീടുള്ളത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്, അതുപോലെ തന്നെ VLDL. ഇത് രണ്ടും തന്നെ ബാഡ് കൊളസ്ട്രോൾ ആണ്. ഇനി ഇത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആവാം, ഇതിൻ്റെ പ്രോപ്പർ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 200 mg/dL വരെ ആവാം. 200-ന് താഴെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. 200 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ബോർഡർ ലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 200 മുതൽ 240 വരെയൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷെ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. LDL ഒരു 100 മുതൽ 130 ആ റേഞ്ചിന് താഴെ നിൽക്കാവുന്നതാണ്. HDL ഒരു 60-ന് മുകളിൽ പോകുന്നത് വളരെ നല്ലതാണ്. VLDL ഒരു 25 മുതൽ 40 വരെ ആകാം. ട്രൈഗ്ലിസറൈഡ്സ് ഒരു 160-ന് താഴെ നിന്നാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞു 200 മുതൽ 240 വരെ വലിയ കുഴപ്പമില്ലെന്ന്. പക്ഷേ അതിലൊരു കണ്ടീഷനുണ്ട്. ഒരു ഡയബറ്റീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ BP അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 200 ആകുമ്പം തൊട്ട് തന്നെ നമ്മൾ മെഡിസിൻ കഴിക്കാൻ പ്രിഫർ ചെയ്യും. ഇനി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു 240 റേഞ്ച് വരെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് തൽക്കാലം കഴിക്കേണ്ട. നമുക്ക് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊഴുപ്പ് മാത്രമല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ മുട്ടയുടെ മഞ്ഞ കഴിക്കാറില്ല, അതുപോലെ തന്നെ ഞാൻ ഇറച്ചി കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് ശരിക്കും തെറ്റിദ്ധാരണയാണ്. നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആവുന്നത് ഫാറ്റ് ഫോമിലാണ്. അപ്പോൾ അതും കൊളസ്ട്രോൾ ആണ്. അതിന് കൊഴുപ്പ് മാത്രം കഴിക്കണം എന്നില്ല. ചോറ് അമിതമായിട്ട് കഴിച്ചാലും നമുക്കത് കൊളസ്ട്രോൾ ആയിട്ട് മാറാം. കൂടുതലായും ഹൈ കൊളസ്ട്രോൾ നമ്മൾ കാണുന്നത് പ്യുവർ വെജിറ്റേറിയൻസിലാണ്. കാരണം അവർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുന്ന എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് വല്ല കൊളസ്ട്രോളും വരും എന്നുള്ളത്. ശരിക്കും അത് തെറ്റാണ്. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മാത്രമല്ല കൊളസ്ട്രോൾ വരുന്നത്. ഈ പറയുന്ന എല്ലാവർക്കും തന്നെ കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഈ LDL കൊളസ്ട്രോൾ എങ്ങനെയാണ് ശരീരത്തിൽ കൂടുന്നത്?
പ്രധാനമായിട്ടും ബേക്കറി ഫുഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ടുള്ള ആഹാര രീതിയിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ LDL കൊളസ്ട്രോൾ കൂടുന്നത്. പിന്നീടുള്ളത് ലാക്ക് ഓഫ് എക്സസൈസ് ആണ്. കൃത്യമായിട്ടുള്ള വ്യായാമം ഡെയിലി ചെയ്യാത്തവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നീട് ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഒരു മെനോപോസ്, ഒരു 50 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് കൊളസ്ട്രോൾ കൂടാറുണ്ട്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവർക്ക്, ഇപ്പോൾ പ്രധാനമായും ഡയബറ്റീസോ തൈറോയിഡോ ഒക്കെ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ളത് മാനസിക പിരിമുറുക്കം ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ ജോലിയുടെ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ അടിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ ചിലപ്പോൾ ആ ഫുഡിലൊക്കെ ഭയങ്കര കൺട്രോൾഡായിരിക്കും, എന്നാൽ പോലും അവരുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മരുന്നൊന്നും കഴിക്കാൻ വയ്യ, എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല, മരുന്ന് നമ്മൾ ആയുഷ്കാലം കഴിച്ചുകൊണ്ടിരിക്കണം. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മരുന്നിലേക്ക് പോകാതെ മാക്സിമം നമുക്കിത് എങ്ങനെ കൺട്രോൾ ചെയ്ത് ഒരു 200-ൽ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതിനുവേണ്ടി കുറച്ച് ടിപ്സ് ഉണ്ട്, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് എല്ലാ ദിവസവും 30 മുതൽ 40 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക. രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായ 9 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെയെങ്കിലും കുടിച്ചിരിക്കണം. മൂന്നാമതായിട്ടുള്ളത് ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാര വസ്തുക്കൾ കൂടുതലായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ആഹാരത്തിൽ ബ്രിഞ്ചൽ അല്ലെങ്കിൽ കത്തിരിക്ക കൂടുതലായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് രണ്ടാമതായിട്ട് നമുക്ക് നല്ല രീതിയിൽ ആപ്പിൾ കഴിക്കാവുന്നതാണ്. ഒരു 2 ആപ്പിൾ വെച്ച് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ചോറ് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ആപ്പിൾ കഴിക്കാനല്ല, ചോറൊന്ന് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ആപ്പിൾ മാത്രം ഒരു 2 ആപ്പിൾ കട്ട് ചെയ്ത് നമുക്കൊരു 7-7:30 സമയത്ത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അത് യൂസ്ഫുൾ ആണ്. ഡെയിലി ഒരു 2 അല്ലി വെളുത്തുള്ളി എങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചിലർ പറയും എനിക്ക് നെഞ്ചരിച്ചിലുണ്ട്, വയറ്റരിച്ചിലുണ്ട്, കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട. ഗാർലിക്കിൻ്റെ പല സപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും, അത് നിങ്ങൾക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാതെ കഴിക്കാൻ പറ്റുന്നവർക്ക് ഡെയിലി ഒരു 2 അല്ലി വെച്ച് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നീട് മാക്സിമം ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വറുത്തതും പൊരിച്ചതും ഒക്കെ ആണെങ്കിൽ അത്രയ്ക്കൊക്കെ കൊതി വന്നു കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ചുള്ള വറുത്തതും പൊരിച്ചതും വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഓവറാക്കരുത്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ എണ്ണ ചൂടാക്കുമ്പോഴാണ് ഇത് ബാഡ് കൊളസ്ട്രോളിലേക്ക് കൺവേർട്ട് ആവുന്നത്. നമ്മളിത് അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് വേണ്ടുന്ന നല്ല കൊളസ്ട്രോളാണ്. ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം, പ്രധാനമായിട്ട് അവിയലൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ടല്ലോ, അത് ശരിക്കും നല്ലതാണ്. അത് ശരീരത്തിന് ആവശ്യമുള്ള നല്ല കൊളസ്ട്രോളാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെണ്ടയ്ക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവെ ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്, വെണ്ടയ്ക്ക നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ അതിലിങ്ങനെ കൊഴുകൊഴാന്നിരിക്കുമല്ലോ, അത് കൊഴുപ്പല്ലേ, അത് കഴിച്ചൂടല്ലോ, അത് കൊളസ്ട്രോൾ അല്ലേ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റാണ്. വെണ്ടയ്ക്കയിൽ മ്യൂസിനുണ്ട്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോളിനെ കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വെണ്ടയ്ക്ക നല്ല പോലെ കഴിക്കാം. പിന്നീടുള്ളത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫിഷ്, മീൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രധാനമായിട്ടും ചെറിയ മീനിലാണുള്ളത്. നമ്മുടെ നത്തോലി, ചാള, മത്തി, അതുപോലെ തന്നെ ചെറിയ ചൂര, ഇതിലൊക്കെ തന്നെ ഒമേഗ 3 ഉണ്ട്. ഇതൊക്കെ തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് പയർ വർഗ്ഗങ്ങൾ. ഇപ്പം കടല, പരിപ്പ്, പയർ, ഇതൊക്കെ തന്നെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ പയറിൻ്റെ കാര്യം പറയുന്നത്, പയർ മുളപ്പിച്ചൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് പ്രോട്ടീനും കൂടിയാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ഒരു നേരത്തെ മീല് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ഈ പയർ മുളപ്പിച്ചതോ അതിൻ്റെ കൂടെ കുറച്ച് സലാഡ്സും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു നോർമൽ സ്റ്റേജിൽ നമുക്ക് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു ബോർഡർ ലൈനിന് താഴെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പോൾ മാക്സിമം മരുന്നൊന്നും കഴിക്കാതെ നമ്മുടെ ഫുഡിൽ വരുത്തുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിലവിൽ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കൊളസ്ട്രോളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഇപ്പോഴേ തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനെ കൊടുക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.